വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ട പോലെ ഒരു ബ്രെഡ് കൊണ്ട് ഹൽവയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ബ്രെഡ് എടുത്ത് അത് പൊടിച്ച് മാറ്റി വെച്ച ശേഷം സിറപ്പ് ഉണ്ടാക്കുകയാണ്. ഹൽവയ്ക്ക് എന്തിനാണ് സിറപ്പ് എന്ന് ആലോചിക്കുന്നുണ്ടാവും. നമ്മൾ ആദ്യം അത് ഗുലാബ് ജാമുനായിരുന്നു നമ്മുടെ പ്ലാന്. അപ്പോൾ ഗുലാബ് ജാമുൻ എങ്ങനെയാണ് ഹൽവ ആയത് എന്നുള്ളത് കണ്ടോളൂ. അപ്പോൾ നമ്മൾ സിറപ്പിനുള്ള വെള്ളവും പഞ്ചസാരയും കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം, ഒരേ റേഷ്യോയിലാണ് രണ്ടും എടുക്കാറ്. ഇത് നന്നായി തിളച്ച് കുറുകാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ഏലക്കായ ക്രഷ് ചെയ്തത് കൂടി ഇതിൻ്റെ മീതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് കുറുകി വന്ന ശേഷം അത് മാറ്റി വെച്ചു. ചൂടാറുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. എന്നിട്ട് നമ്മുടെ ഗുലാബ് ജാമുനുള്ള മാവ് റെഡിയാക്കുമായിരുന്നു. പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്തു. ഇതിൽ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ബേക്കിംഗ് പൊടിയോ പാൽപ്പൊടി, ചിലർ അങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നമ്മളിത് പ്യുവർ ബ്രെഡാണ്. സൈഡ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ പൊടിച്ച ബ്രെഡിലേക്കാണ് ഇപ്പോൾ പാൽ ഒഴിച്ചു കൊടുത്തത്. ഇനി നല്ലപോലെ കൈ വെച്ച് പ്രസ് ചെയ്തെടുത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഒരു പാതി കൺസിസ്റ്റൻസിൽ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ ചെയ്യുന്ന പോലെ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുക. ബോൾസ് ആക്കുന്ന സമയത്ത് നല്ലപോലെ പ്രസ് ചെയ്ത് ഒന്നുകൂടെ അത് മയം വരും. അപ്പോൾ നമ്മളിത് പ്രസ് ചെയ്ത് എല്ലാം ഉരുട്ടി ചെറിയ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നോർമലി ചെയ്യുന്നത് പോലെ പാൻ എടുക്കുക, എണ്ണ ഒഴിക്കുക. ഇതത്രയും ഫ്രൈ ചെയ്ത് എടുത്തിട്ട് ചൂടോടെ തന്നെ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചാൽ ഗുലാബ് ജാമുൻ റെഡി. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചു, പാന് വെച്ചു, എണ്ണ ഒഴിച്ചു. ഇനി ശ്രദ്ധിക്കണേ, എൻ്റെ ഗുലാബ് ജാമുൻ എങ്ങനെയാണ് ഹൽവ ആയതെന്നുള്ളത് ഈ സ്റ്റേജിൽ മനസ്സിലാവും. ഞാൻ ഈ ബോൾസ് മുഴുവൻ ഒന്നിച്ചിട്ട് കൊടുത്തത് കൊണ്ടാണോ അതോ ഈ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാത്തത് കൊണ്ടാണെന്നൊന്നും അറിയില്ല. അങ്ങനെ അറിയുന്നവരുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇതിങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് എല്ലാം പൊട്ടാൻ തുടങ്ങി. പൊട്ടുകയെന്ന് വെച്ചാൽ രണ്ടായി പൊട്ടുകയല്ല, മൊത്തം അടർന്ന് ആദ്യം പീൽ ചെയ്ത് വരുന്ന പോലെ തോന്നി. തോല് പുറത്ത് വരുന്ന പോലെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ അത് മുഴുവൻ അങ്ങ് കുഴഞ്ഞു പോയി. അപ്പോൾ ഞാൻ പിന്നെ ശരി, എന്താണെങ്കിലും ഗുലാബ് ജാമുൻ ഇനി ഉണ്ടാക്കാൻ പറ്റില്ല, അപ്പോൾ പിന്നെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതി വീഡിയോ എടുക്കലേ നിർത്തി. എന്നിട്ട് ആലോചിച്ചപ്പോൾ പിന്നെയും തോന്നി ശരി, എന്തായാലും നിങ്ങളോട് പറയാം. ഗുലാബ് ജാമുനാണ് ട്രൈ ചെയ്തത്, പക്ഷേ അതിങ്ങനെ ആയി എന്നുള്ളത് പറയാമെന്ന് കരുതി ആ ഉണ്ടാക്കിയ സാധനത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് അത്രയും ഒഴിച്ചു കൊടുത്തു. ഇതിപ്പോൾ ആ എണ്ണ മുഴുവൻ ഈ ബ്രെഡ് അബ്സോർബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്രയും എണ്ണ ഈ ബ്രെഡ് കുടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആ സിറപ്പും ഒഴിച്ച് മീതെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ക്രഷ് ചെയ്തിട്ടു. എന്താണെങ്കിലും ഇതൊന്നും സോക്കാവുമല്ലോ സിറപ്പിൽ. അപ്പോൾ ഒരു ഖീറൊക്കെ പോലെ കഴിക്കാമെന്ന് കരുതി. എന്നിട്ട് നോക്കിയപ്പോൾ വീണ്ടും ആ കൺസിസ്റ്റൻസിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, ഖീറിൻ്റെ പരുവത്തിലൊന്നും ആയിട്ടില്ല. അപ്പോഴാണ് എനിക്ക് ഐഡിയ തോന്നിയത്, എന്നാൽ ഇതിനെ നല്ലപോലെ ചൂടാക്കി വഴറ്റി ഹൽവയാക്കാം. ഹൽവയോ കേസരിയോ അങ്ങനെ എന്ത് വേണേലും പറയാം. അങ്ങനെ ഞാൻ വീണ്ടും അടുപ്പ് കത്തിച്ചത് നല്ലപോലെ ഇളക്കി കൊടുക്കാൻ തുടങ്ങി. ഷുഗർ സിറപ്പൊക്കെ നല്ലപോലെ വറ്റി നമ്മുടെ ഹൽവ പാത്രത്തിൽ നിന്ന് വിട്ടു പോരാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി എണ്ണ ഒഴിച്ചതുകൊണ്ട് ഞാൻ നെയ്യ് ഒട്ടും ഒഴിച്ചില്ല. അപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു തവി കൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്ത് ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി ലഡു പോലെ ആക്കാം. ഞാനിങ്ങനെ തവി വെച്ച് പ്രസ് ചെയ്ത് ഒന്ന് ചൂടാറിയ ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സംഭവം ആക്സിഡൻ്റലി ഉണ്ടാക്കിയ സ്നാക്കാണെങ്കിലും വളരെ ടേസ്റ്റി ആയിരുന്നു. ഇതിങ്ങനെ ഇതിലേക്ക് മാറ്റിയ ശേഷം ഇതിൻ്റെ മീതെ മുഴുവൻ ഓയിലായിരുന്നു. അപ്പോൾ ഞാനൊരു ടിഷ്യൂ വെച്ച് അത് മുഴുവൻ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഓയിൽ കുറവാണ്.
നമ്മൾ ഒഴിച്ച ഓയിൽ അത്രയും ഇതിലില്ല. അപ്പോൾ ഭയങ്കര സോഫ്റ്റായിരുന്നു. ബ്രെഡാണല്ലോ, നാവിലിട്ട അലിഞ്ഞു പോകുന്ന പരുവത്തിലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ബ്രെഡൊക്കെ കുറേ ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഹൽവ ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. എന്തുകൊണ്ടാണ് എൻ്റെ ഗുലാബ് ജാമുൻ പാളിപ്പോയത് എന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാം. ബൈ.